അങ്ങനെ സെഫു നേരെ പോകുന്നത് നിയമസഭയിലേക്കാണ്. അവിടെ ധനമന്ത്രി സംസാരിക്കുകയാണ്. ചോദ്യോത്തരവേളയിലേക്കാണ് പോകുന്നത്. പലിശനിരക്കിൽ 2 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന പദ്ധതിയാണിത്. 3% സർക്കാർ സബ്സിഡിയും 2% KFC റിബേറ്റും വഴിയാണ് ഈ കുറഞ്ഞ പലിശനിരക്ക് ലഭ്യമാക്കുന്നത്. നിലവിൽ ഈ പദ്ധതി വഴി 3183 സംരംഭങ്ങൾക്ക് 1121.02 കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും 82,700 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 500 പുതിയ സംരംഭങ്ങൾ കൂടി പിന്തുണ നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. സാർ 2 KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി. 2022-23 സാമ്പത്തിക വർഷത്തിൽ KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി എന്ന പേരിൽ ഒരു സമഗ്രമായ പദ്ധതി തന്നെ അവതരിപ്പിച്ചു. മികവുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആശയരൂപീകരണം മുതൽ കമ്പനിയുടെ വിപുലീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് KFC സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി. പ്രൊഡക്ടൈസേഷൻ ഘട്ടത്തിൽ 25 ലക്ഷം രൂപ വരെയും കൊമേഴ്സ്യലൈസേഷൻ ഘട്ടത്തിൽ 50 ലക്ഷം രൂപ വരെയും സ്കെയിലപ്പിനായി 2 കോടി രൂപ വരെയും 5.6% പലിശ നിരക്കിൽ ഈടില്ലാതെ ലഭ്യമാവും. സംസ്ഥാന സർക്കാരിന്റെ വെഞ്ചർ ഡെറ്റ് ഫണ്ടിങ്ങിന് 10 കോടി രൂപ വരെ വായ്പയിൽ ലഭ്യമാണ്. KFC സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി വഴി ഇതുവരെ 77 കമ്പനികൾക്കായി 97.72 കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത്. സാർ 3 KFC കാർഷികാധിഷ്ഠിത MSME വായ്പാ പദ്ധതി. കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി KFC കാർഷികാധിഷ്ഠിത SMSE വായ്പാ പദ്ധതി കാംസ് എന്ന പേരിലൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിലാണ്. 6% പലിശ. ഈ പദ്ധതി വഴി 41 യൂണിറ്റുകൾക്ക് 95.13 കോടി രൂപ വായ്പ നൽകിയതിലൂടെ 410 പേർക്ക് പ്രത്യക്ഷമായും 615 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട്. സാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന വായ്പ. സാർ സ്പീക്കറെ കാണുന്നില്ല സാർ. സാർ ഇത് കാടി വരുന്നല്ലാതെ സാർ പുതിയ പദ്ധതികളും ഉണ്ട്. സാർ ഈ റിക്കാർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ്, കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ. ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയി. തർക്കമായിരിക്കും. എന്തായാലും ഇത് ശരിയായ രീതിയല്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഉപദേശിക്കണം. അങ്ങിങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ വിടാൻ പാടില്ല, ഉപദേശിക്കേണ്ടതാണ്. ചോദ്യം ഉത്തരവെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. ശ്രീ പ്രമോദ് നാരായൺ. സാർ സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി, സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ തന്നെ പ്രധാനമാണ്. അതിന്റെ സ്കെയിലിംഗ്, അതിനാവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ ഈ സ്റ്റാർട്ടപ്പുകളുടെ പദ്ധതി ഇപ്പോ CMUDP പദ്ധതി 2 കോടിയാണ്. അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടി വേറെ ഷുവർട്ടീസ് ഇല്ലാതെ 10 കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. 10 കോടി രൂപ വരെ. പലിശ കുറവാണ്. അതിന് 9% CMUDP 5%. അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ, 1 ലക്ഷത്തോളം ആളുകൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പുതു സംരംഭകരെയും സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് എടുക്കാനാണ് നിൽക്കുന്നത്. സാർ അങ്ങേക്ക് കാണാൻ വയ്യ, ഈ 2 മെമ്പർമാർ ശ്രീ ചാൻഡ്യൂബനും ആര്യാകൃഷ്ണൻ ഉൾപ്പെടെ പുതിയ മെമ്പർമാരാണ് ഈ സഭയിൽ. അവരുൾപ്പെടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട്. അവരെ ഏൽപ്പിക്കാൻ കൊള്ളാമോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. നാട്ടിലാകെ അപമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് സാർ ചെയ്യുന്നത്. പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ ടീമിനെ അങ്ങോട്ട് വലിക്കണം. പ്ലീസ്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ. പ്ലീസ് ബാനർ അങ്ങോട്ട് താത്താൻ പറ. യെസ് പ്ലീസ്. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്.
കേരളത്തിലെ ജനങ്ങളുടെ അനാദരവാണ്. ശ്രീ പി കെ ബഷീർ ഒന്ന് പറ, അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ, അങ്ങ് വളരെ സീനിയർ അംഗല്ലേ. യെസ്, ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. യെസ്, ചോദ്യോത്തര വേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. യെസ്, എന്തായാലും സഭയിൽ സഭ ഈ സഭാ തുടങ്ങിയത് മുതൽ തന്നെ- കാലയളവ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം. അതെ, ചോദ്യോത്തരവേള തുടങ്ങിയത് മുതൽ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ വലിയ ബാനർ പിടിച്ചുകൊണ്ട് സ്പീക്കറെ കൃത്യമായി തടസ്സപ്പെടുത്തുകയും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ പ്രശ്നം കാര്യമായി കത്തിക്കാൻ പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ കാര്യമായി തന്നെ ഉയർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ തുടക്കം മുതൽ തന്നെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സഭയിൽ കണ്ടത്. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടിരുന്നു. താൽക്കാലികമായി ഇപ്പോൾ സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പ്രതിപക്ഷം ഇപ്പോഴും ബാനർ ഉയർത്തി സഭയിൽ പ്രതിഷേധിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും